ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 21 ദിവസം പഞ്ചസാര നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിത രീതിയിൽ നിന്നും 21 ദിവസം മാറ്റി നിർത്തിയാൽ, നിങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ നിങ്ങളുടെ ശരീരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം ബെനിഫിറ്റാണ് ഈ 21 ദിവസം നിങ്ങൾ ഈ പഞ്ചസാര പൂർണ്ണമായിട്ടും നിർത്തിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്കറിയാം, നമ്മൾ പഞ്ചസാര ഡെയിലി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ചായയിൽ, കാപ്പിയിൽ, ജ്യൂസുകളിൽ, അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്സ്, പാലിൽ, ഈ വേണ്ടുന്ന ഏതൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, കൂൾ ഡ്രിങ്ക്സുകൾ, ഇതിനകത്തെല്ലാം നമ്മൾ വളരെ കൂടുതൽ രീതിയിൽ പഞ്ചസാര ദിവസവും ഉപയോഗിക്കുകയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പഞ്ചസാരയിൽ യാതൊരു വിധത്തിലുള്ള ന്യൂട്രിയൻസ് വാല്യൂ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, നോ പ്രോട്ടീൻ, നോ അയൺ, നോ കാൽസ്യം, നോ വൈറ്റമിൻസ്, നോ ആൻറ്റി ഓക്സിഡൻസ്, ഒന്നും തന്നെ ഇല്ലാത്ത വെറും ഒരു നെഗറ്റീവ് സീറോയാണ് ഈ ഷുഗർ എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് പിന്നെ ഈ ഷുഗർ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഷുഗർ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിനകത്ത് ചില ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുവഴി നമുക്ക് ഈ പഞ്ചസാരയോട് കൂടുതലായിട്ട് ഒരു അഡിക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ മധുരത്തോട് കൂടുതലായിട്ട് അഡിക്ഷൻ ഉണ്ടാകുന്നു. അപ്പം നമുക്കത് നിർത്താൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് വരുന്നു. മാത്രമല്ല, പഞ്ചസാര നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന വഴി നമുക്ക് ഹാർട്ട് ഡിസീസസ്, അതുപോലെ കിഡ്നിയുടെ പ്രശ്നങ്ങൾ, കരളിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മൾ 21 ദിവസം നമ്മൾ പൂർണ്ണമായിട്ടും പഞ്ചസാര അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ പഞ്ചസാര പൂർണ്ണമായിട്ടൊന്ന് ഒഴിവാക്കി നോക്കൂ. ഓക്കെ, നിങ്ങളൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കും. അപ്പം ഇതിൻ്റെ ബെനിഫിറ്റുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. കാരണം എണ്ണിയാൽ ഒതുങ്ങാത്ത ബെനിഫിറ്റുകളാണ് പറയാനുള്ളത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം ഇതിനകത്ത് ആദ്യത്തെ ഒരു ഗുണമാണ്, പഞ്ചസാര നമ്മൾ പൂർണ്ണമായിട്ടും ഒരു മാസം നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഓക്കെ, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട്, നിങ്ങളുടെ സ്കിൻ നല്ല രീതിയിൽ തിളങ്ങാനും, നിങ്ങളുടെ ഈ മുഖത്തൊക്കെ ഉണ്ടാകുന്ന പിമ്പിൾസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കാനും നിങ്ങൾ കുറച്ച് ദിവസം 21 ദിവസം നിങ്ങൾ പഞ്ചസാര നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ സ്കിന്നിലുണ്ടാകും. ഒരു ആൻറ്റി ഏജിലാണ് നമുക്ക് ഇപ്പോൾ പഞ്ചസാര നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിൽ, ചില ആൾക്കാരിലൊക്കെ നമുക്ക് കാണാം, വളരെ ചെറുതായി തന്നെ ഒരുപാട് പ്രായം തോന്നിക്കുന്നൊരവസ്ഥ, ചുളിവുകൾ, മുഖത്തെ ചുളിവുകൾ ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ 21 ദിവസം കൊണ്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചസാര നമ്മൾ പൂർണ്ണമായിട്ടും 21 ദിവസം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് ഒക്കെ കറക്റ്റായ രീതിയിൽ നടക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഈ പഞ്ചസാര കഴിച്ചിട്ട് നമ്മുടെ ബ്രെയിനിലോട്ടുണ്ടാകുന്ന ആ ഒരു ക്ഷീണം, അല്ലെങ്കിൽ ആ ബ്രെയിനിലോട്ടുണ്ടാകുന്ന ഒരു തളർച്ച ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ 21 ദിവസം നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് നടക്കും. 21 ദിവസം കൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ ഫങ്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുകയും അതുമൂലം ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള രോഗങ്ങളെയൊക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ടൊക്കെ സഹായിക്കും. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ബെനിഫിറ്റ്. വളരെ നല്ലതാണ്. നമ്മുടെ തലച്ചോറിലൊക്കെയുള്ള ആ ഒരു ബ്രെയിൻ ഫങ്ഷനൊക്കെ നിലനിർത്താനായിട്ടൊക്കെ, വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ പഞ്ചസാര നമ്മൾ നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അതുമാത്രമല്ല, പഞ്ചസാര നിർത്തിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് നമുക്ക് നല്ല രീതിയിൽ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. ഈ 21 ദിവസം നിർത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ഷുഗറിൻ്റെ ഉപയോഗം കുറച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ ആ പഞ്ചസാരയുടെ അളവ് വളരെ നല്ല രീതിയിൽ കൃത്യമാക്കാൻ സഹായിക്കും. ഓക്കെ, അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ബെനിഫിറ്റുകളാണ് നമ്മൾ പഞ്ചസാര ഒരു 21 ദിവസം നിർത്തിയാൽ ഉണ്ടാകുന്നത്. അപ്പം നമ്മളെല്ലാവരും പഞ്ചസാര ഭയങ്കരമായ രീതിയിൽ ഉപയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ പഞ്ചസാരയിൽ നിന്ന് യാതൊരു ന്യൂട്രിയൻസും കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ബ്രെയിനിൽ ചില ഹോർമോണിൻ്റെ ഇത് വർദ്ധിക്കുന്ന കാരണം നമുക്ക് അതിനകത്ത് അഡിക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് നമ്മൾ ധാരാളം പഞ്ചസാര, ചിലവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം ചായക്കകത്ത് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടല്ലേ കഴിക്കുന്നത്, അല്ലെങ്കിൽ കാപ്പിക്കകത്ത് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇടുന്നു, അതിനെന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ കാണുന്നതാണ് ഈ ഒരു ടീസ്പൂൺ പഞ്ചസാര എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കാണാതെ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഒരു 10 രൂപയുടെ, ഒരു 15 രൂപയുടെ ഒരു ഡ്രിങ്ക്സിനകത്ത് കുറഞ്ഞത് അവർ 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതിനൊക്കെ തന്നെ ആഹാരത്തിന് ശേഷം നമ്മൾ കഴിക്കുന്ന ഐസ്ക്രീം, ചോക്ലേറ്റ്സ്, പേസ്ട്രി, കേക്ക്, ഇതിനകത്തൊക്കെ എത്ര അളവിലാണ് പഞ്ചസാര ചേർന്നതെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിനൊക്കെ തന്നെ എല്ലാ വിഭവങ്ങളിലും, നമ്മുടെ ബേക്കറി സാധനങ്ങളിലെല്ലാം തന്നെ വലിയ അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത്.
ഓക്കെ, അപ്പം ഞാൻ ആദ്യം പറഞ്ഞ തന്നെ പഞ്ചസാര ഒരു MD ആണ്, ഒരു 0 ആണ്. വെറുതെ കലോറി കൂട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, യാതൊരു ഉപയോഗമില്ലാത്ത വസ്തുവാണ്. ഒരു 21 ദിവസം നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ മാറ്റി നിർത്താൻ പറ്റും. ആ 21 ദിവസം നമ്മൾ പഞ്ചസാര നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് എന്തുപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ 21 ദിവസം പൂർണ്ണമായിട്ടും ഒരു സാധനങ്ങളും ഉപയോഗിക്കേണ്ടതാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം വെച്ചാൽ പഞ്ചസാര പൂർണ്ണമായിട്ടും, മധുരം പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പം ചോദിക്കും എങ്കിൽ പിന്നെ നമുക്ക് ഫ്രൂട്ട്സുകൾ കഴിച്ചുകൂടായിരുന്നു. ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ഉണ്ടാവില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾക്ക് സീസണബിളായിട്ടുള്ള ഏത് ഫ്രൂട്ട്സും കഴിക്കാം. ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന സമയത്ത് പഞ്ചസാര അതെന്ന് പറയുന്നത് നാച്ചുറൽ ഷുഗറാണ്. നാച്ചുറൽ ഷുഗറിൻ്റെ ഒപ്പം നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വൈറ്റമിൻസുകൾ, അങ്ങനെ ഫൈബർ, അങ്ങനെയുള്ള പല തരത്തിലുള്ള നാച്ചുറലായിട്ട് ന്യൂട്രിയൻസുകളും നമുക്ക് ദേഹത്ത് ചെല്ലുന്നതുകൊണ്ട് തന്നെ ആ ഒരു പഞ്ചസാര നമുക്ക് യാതൊരു പ്രശ്നമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം, യാതൊരു പ്രശ്നങ്ങളുമില്ല. അതിനൊക്കെ നമുക്ക് മാർക്കറ്റുകളിൽ കിട്ടും. നിങ്ങൾക്ക് പഞ്ചസാര, നിങ്ങൾക്ക് മധുരം നിർബന്ധമുണ്ടെങ്കിൽ മാർക്കറ്റുകളിൽ നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ പൊടി, ഓക്കെ, ഡേറ്റ് ഷുഗർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അതിലൊക്കെ നമ്മുടെ കോക്കനട്ടിൻ്റെ ആ ഒരു ഷുഗർ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ശർക്കര, നമ്മുടെ കരിപ്പട്ടി, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതൊന്നും വിഷയമില്ല. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഈ ഒരു മാസം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ, ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ ഇതിൻ്റെ ബെനിഫിറ്റുകളെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങളുടെ എനർജി ലെവൽ വർദ്ധിക്കും. അതൊക്കെ നിങ്ങളുടെ ഹെൽത്തിൻ്റെ ഓവറായിട്ടുള്ള നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒരു മാസം ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു മാസം എന്ന് പറഞ്ഞാൽ 21 ദിവസം. ഈ 21 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ബോഡിക്കകത്ത് ഉണ്ടാകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ് വരെ. ബൈ.